Palliative Hospital in India. 2016 വർഷത്തിലെ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി കിടപ്പ് രോഗികൾക്ക് വേണ്ടി ആരംഭിച്ച സമയത്തുള്ള ആശുപത്രിയുടെ രണ്ടാമത്തെ വാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഈ സൗകര്യം സെൻട്രലൈസ്ഡ് ഓക്സിജനും സക്ഷനും അതുപോലെ തന്നെ കൈകൊണ്ട് തിരിച്ചാൽ തല പൊന്തിക്കാവുന്നതും കാല് പൊന്തിക്കാവുന്നതും നടുഭാഗം പൊന്തിക്കാവുന്ന എല്ലാ ക്രമീകരണം നമുക്കുണ്ട്. എന്നാൽ 2025 വർഷത്തിലെ ഈ പുതിയ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു പാലിയേറ്റീവ് വാർഡാണ് ആശുപത്രിയുടെ ഒന്നാമത്തെ വാർഡ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ആ വാർഡൊന്ന് പരിചയപ്പെടുത്താം. ആശുപത്രി ആരംഭിച്ചിട്ട് ഇപ്പോൾ ഇത് 9ാം വർഷമാണ്. ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ ഒന്നാമത്തെ വാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ച രണ്ടാമത്തെ വാർഡാണ് 2016 നമ്മൾ ക്രമീകരിച്ചത്. 9 വർഷങ്ങൾക്ക് ശേഷം ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി കുറച്ചുകൂടി അത്യാധുനിക ക്രമീകരണങ്ങളിലേക്ക് മാറ്റുക എന്നുള്ള ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ട്, ശാന്തിഭവൻ ടീം അംഗങ്ങളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർഡിൽ നമ്മൾ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനം അതുപോലെ തന്നെ സക്ഷൻ എല്ലാ ബെഡിലും ഉണ്ടെങ്കിലും കുറച്ചുകൂടി ആധുനിക ക്രമീകരണങ്ങളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ 5 പാര മോണിറ്ററിൻ്റെ സപ്പോർട്ട് ഓരോ ബെഡിലേക്കും ക്രമീകരിക്കുകയാണ്. സാധാരണ ICUവിലെ വളരെ ഇൻറ്റൻസീവ് കെയറിലുള്ളവർക്ക് മാത്രമാണ് ഈ ഫെസിലിറ്റി ഉണ്ടാകുക. പക്ഷേ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എല്ലാ ബെഡിലും ഈ ഒരു ഫെസിലിറ്റി അത്യാവശ്യമുള്ള വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ള ക്രമീകരണം നമ്മൾ ചെയ്യാം. ഇവിടെ നമുക്ക് 6 ബെഡാണുള്ളത്. 6 ബെഡിലും അതിനുള്ള ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഇത് മോട്ടറൈസ്ഡ് ബെഡാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മോട്ടറൈസ്ഡ് ബെഡിലെ നോക്കിക്കുകയും നമുക്ക് പേഷ്യൻറ്റിനെ സഹായം ചെയ്ത് കൊടുക്കാനായിട്ട് ICUവിലുള്ള പോലെ തന്നെ ബെഡ് ഉയർത്താനും അതുപോലെ തന്നെ ബെഡ് താഴ്ത്താനും ഒക്കെയുള്ള സൗകര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് രോഗിയെ സംബന്ധിച്ചിടത്തോളം സർവീസ് കൊടുക്കേണ്ട സമയത്ത് നമുക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇപ്പോൾ നേഴ്സസ് അവരുടെ ഹൈറ്റ് അനുസരിച്ച് സർവീസ് കൊടുക്കുമ്പോൾ അവർക്ക് നടുവും പുറം കഴയ്ക്കാതെ തന്നെ വ്യക്തികളെ പരിചരിക്കാനുള്ള സൗകര്യമാണ് ഇതിലൂടെ. ഇത് ഈ ആശുപത്രിയുടെ എല്ലാ വാർഡുകളും ഈ ടൈപ്പിലേക്ക് ആക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. തന്നെയുമല്ല, ഓരോ ബെഡും സ്പോൺസർ ചെയ്യാനായിട്ട് ഉള്ള ക്രമീകരണം ഇങ്ങനെയാണ് ഒരുക്കിയേക്കണത്. നമ്മളിവിടെയും ഒരു TV മോണിറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ TV മോണിറ്ററിൽ ഈ ബെഡ് സ്പോൺസർ ചെയ്ത് നടത്താൻ സഹായിക്കുന്നവരുടെ വിവരങ്ങൾ നമ്മൾ പരസ്യപ്പെടുത്തും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്ര വ്യക്തികൾ കൂടിയാണ് ഈ ബെഡ് ഓരോ മാസവും നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് ആ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ക്രമീകരണം ഓരോ ബെഡിലും ഈ മോണിറ്റേഴ്സ് നമ്മൾ ക്രമീകരിക്കുകയാണ്. ഇതുപോലെ 2ാമത്തെ വാർഡും 3ാമത്തെ വാർഡും ആശുപത്രിയുടെ എല്ലാ വാർഡുകളും നമുക്കിതുപോലെ ക്രമീകരിക്കണം. പ്രിയമുള്ളവരെയും നിങ്ങൾ ഓരോരുത്തരുടെയും ഇടപെടൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാളെ എൻ്റെ മാതാപിതാക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഒരു ദിവസം ഞാൻ, നമ്മൾ എല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ്. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മളുടെ ജീവിതങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള പൊതുഭവനം, എല്ലാ സംവിധാനക്രമമുള്ള ഒരു പൊതുഭവനം, അത് ശാന്തിഭവൻ 9 വർഷമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ഈ സേവനം നിന്നു പോകാതിരിക്കാൻ കൂടുതൽ സേവനങ്ങൾ കാര്യക്ഷമമായി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടെ നടത്താൻ ഞാൻ ഇതിൻ്റെ ഉപകാരികളായി നിങ്ങൾ ഓരോരുത്തരും ശാന്തിഭവൻ്റെ കൂടെ അണിനിരക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കമ്പനികൾക്ക് സ്വന്തമായിട്ട് ഓരോ ബെഡ് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ 5-10 പേരുടെ കൂട്ടായ്മ, അത് ശാന്തിഭവൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉറപ്പുവരുത്തി നമുക്കൊരു 5-10 പേരുടെ കൂട്ടായ്മ ഓരോ ബെഡിന് വേണ്ടി കണ്ടെത്തി ഈ ബെഡ് നമുക്ക് മാസം തോറും, ചിലർക്ക് ഭയമുണ്ട് ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വന്നാലോ, ഒരു പ്രശ്നവുമില്ല. നമുക്ക് പറ്റുന്ന കാലത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പറ്റാതെ വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ ദൈവം മറ്റുള്ള നിരവധി വ്യക്തികളെ ഒരുക്കും. അപ്പോൾ എനിക്ക് 1 കൊല്ലം ചെയ്യാൻ സാധിച്ചുള്ളൂ, 2 കൊല്ലം ചെയ്യാൻ സാധിച്ചുള്ളൂ, ഇതൊന്നും ഒരു വിഷയമാക്കണ്ട. നമുക്ക് സാധിക്കുന്ന രീതിയിൽ അണിനിരക്കുക. പിന്നീട് നമുക്ക് പറ്റാത്ത കാലം വരുമ്പോൾ ദൈവം മറ്റുള്ളവർ ഒരുക്കിക്കോളും.
ഞാനും അങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഈ സർവീസ് സിസ്റ്റേഴ്സും ഞാനും നമ്മളുടെ സന്നദ്ധ പ്രവർത്തകരായ നിരവധി വ്യക്തികളും ചേർന്ന് ഇപ്പോൾ ഇത് ചെയ്യുന്നു. എന്ന് നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ സമയം പ്രായം രോഗമൊന്നും നമ്മൾ അനുവദിക്കാത്ത കാലം വരും. പക്ഷേ ഇത് ഏറ്റെടുക്കാൻ ഇതിൻ്റെ പുറകിൽ അനവധി വ്യക്തികളെ ദൈവം ഒരുക്കും. അതുകൊണ്ട് നാളെ എന്തെന്നുള്ള ചോദ്യം ചോദിച്ച് ഇന്ന് ചെയ്യേണ്ട സേവനം നമ്മൾ മാറ്റിവെക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സത്വരമായ ഇടപെടൽ ഈ സേവനക്രമം 100 ബെഡും ക്രമമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശാന്തിഭവൻ്റെയും ആ സേവനക്രമത്തിൽ അണിനിരക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Shanti Bhavan Palliative Hospital, the first palliative hospital in India.